വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ തുറന്ന് ജി-ടെക് എഡ്യൂക്കേഷൻ. AI അധിഷ്ഠിത ഇൻട്രാക്റ്റീവ് പഠനാനുഭവം വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നതിനായി ജി-ടെക് പഠന പ്ലാറ്റ്ഫോമുകളുടെ ലോഞ്ചിങ്ങും നടന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി-ടെക് എഡ്യൂക്കേഷൻ പുതിയ പഠന പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിച്ചത്. CBSE NEP പാഠ്യപദ്ധതിക്ക് അനുസൃതമായി AI അധിഷ്ഠിത ഇന്ററാക്റ്റീവ് പഠന സംവിധാനമാണ് പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിട്ടുള്ളത്. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹൈബ്രിഡ് ലേണിംഗ് സംവിധാനം ഓൺലൈൻ ഓഫ്ലൈൻ പഠന രീതികൾ സംയോജിച്ചാണ് പ്രവർത്തിക്കുക. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പഠനശേഷി വിലയിരുത്താനും വിഷയങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന നിരവധി സവിശേഷതകൾ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജി-ടെക് CMD മെഹ്റോഫ് മണലൊടി പറഞ്ഞു. അതായത് ചാപ്റ്റർ വൈസ് ആയിട്ട് ചോക്ക് ബോർഡ് വെച്ചിട്ട് ഇവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ജി-ടെക് ലെസൺസ് എന്നുള്ള രീതിയിലേക്ക് ഒരു മൊബൈൽ ആപ്പായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വെറും ഓൺലൈനായിട്ട് മാത്രമല്ല അവർ പഠിക്കുന്നത്, അതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഹൈബ്രിഡ് എന്ന് പേര് വെക്കുന്നത്. അതായത് ഓൺലൈനായിട്ടും പഠിക്കാം, ഇവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പൂൾ ഓഫ് നമ്മളെ ട്രെയിനേഴ്സ് വന്നിട്ട് എല്ലാ മാസവും ഇവർക്ക് 1-2 പ്രാവശ്യം ഇവർക്ക് ഡയറക്റ്റായിട്ട് മെൻറ്റർഷിപ്പ് പോലുള്ള രീതിയിലേക്ക് ഇവരെ വീണ്ടും പഠിപ്പിക്കാനുള്ള രീതിയിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ഹോട്ടൽ TRAയിൽ നടന്ന ചടങ്ങിൽ ജി-ടെക് ലൈസൻസിന്റെ പ്രകാശനം MLA ഫാത്തിമ തഹലിയ നിർവഹിച്ചു. സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ പഠനം കൂടുതൽ ഫലപ്രദവും ആസ്വാദകരവുമാക്കി മാറ്റി വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവ് ഉയർത്തുകയാണ് പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യം. ചടങ്ങിൽ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, HOD ജോസഫ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.